ഓരോരോ അവസ്ഥയെ. BJP ജയിപ്പിച്ചതിന്റെ പേരിൽ അന്നു മുതലേ തൃശൂർക്കാരെ അപമാനിക്കാൻ തുടങ്ങിയതാണ് കോൺഗ്രസുകാർ. സുരേഷ് ഗോപിയെ ജയിപ്പിച്ചതിലൂടെ അവരെന്തോ പാതകം ചെയ്ത പോലെയായിരുന്നു അവതരിപ്പിക്കപ്പെട്ടത്. അതിന്റെ പേരിൽ വിവരമില്ലാത്തവനെന്നും ബോധമില്ലാത്തവനെന്നും ഒക്കെ അവരെ കോൺഗ്രസുകാർ വിളിച്ചു. എന്തിനേറെ പറയുന്നു, വോട്ട് ചോരി നടത്തിയെന്നും പറഞ്ഞ് BJPക്ക് വോട്ട് ചെയ്തവരെ കള്ളന്മാർ വരെയാക്കി. വോട്ടർ പട്ടികയിലെ തെറ്റുകളുടെ പേരിൽ അവരെ തന്തയില്ലാത്തവർ എന്നുവരെ വിളിച്ചു. നാടിനും നാട്ടുകാർക്കും വേണ്ടി നല്ലത് മാത്രം ചെയ്യുന്ന സുരേഷ് ഗോപിയെ ജയിപ്പിച്ചതിന്റെ പേരിലായിരുന്നു ഇതൊക്കെയെന്ന് ഓർക്കണം. സ്വന്തം സമ്മതിദാനാവകാശം നാടിന്റെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിച്ചതിന്റെ പേരിൽ തൃശൂർക്കാരെ അപമാനിക്കാൻ കോൺഗ്രസ് പാർട്ടിയിൽ മുന്നിൽ നിന്നയാളായിരുന്നു രാഹുൽ മാങ്കൂട്ടം. അതെ, മാങ്കൂട്ടത്തിന്റെ ഇന്നത്തെ അവസ്ഥ നോക്കിയേ. മാങ്കൂട്ടത്തെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച പാലക്കാട്ടുകാരുടെ കാര്യം എന്തായി? ഇങ്ങനെ ഒരാൾക്ക് വേണ്ടിയാണല്ലോ തങ്ങളുടെ വിലപ്പെട്ട സമ്മതിദാനാവകാശം പാഴാക്കി കളഞ്ഞ് എന്നോർത്ത് അവർക്ക് എത്ര നിരാശയുണ്ടാവും. BJPക്ക് വോട്ട് ചെയ്തവർ അഭിമാനത്തോടു കൂടി തലയുയർത്തി നിൽക്കുമ്പോൾ കോൺഗ്രസിന് വോട്ട് ചെയ്തവരുടെ അവസ്ഥ എന്താണ്? ഓരോരുത്തർക്ക് വരുന്ന പണി കാണുമ്പോഴാണ് കാലം കണക്ക് തീർക്കുന്ന രീതി കണ്ട് വിജൃംഭിച്ചു പോകുന്നത്. പാർട്ടി മാറിയ പത്മജയെ അയാൾ അധിക്ഷേപിച്ചത് പത്മജ തന്തയ്ക്ക് പിറന്ന മകളല്ലെന്നാണ്. കഴിഞ്ഞ ദിവസം രാജ്യത്ത് ആകമാനമുള്ള BJPക്കാരെ അധിക്ഷേപിക്കുകയാണ്. PQRS അച്ഛന്മാർക്ക് കജടതപ അമ്മയിലുണ്ടായ കുഞ്ഞുങ്ങളാണ് BJP ജയിപ്പിച്ചത്. ഇന്നിപ്പോൾ അതേ മാന്യൻ സ്വന്തം ദിവ്യത്വത്തിൽ ഗർഭസ്ഥനായ കുഞ്ഞിന്റെ പിതൃത്വം ഒളിപ്പിച്ചു വെക്കാൻ ശ്രമിച്ച് പരിഹാസനായി പാർട്ടിയുടെ ആളാണെന്ന് പറയാൻ പോലും ആകാതെ സ്ഥാനമാനങ്ങൾ ഇട്ടെറിഞ്ഞോടുന്ന അവസ്ഥയാണ്. നാവിന് എല്ലില്ലെന്ന് കരുതി എല്ലാവരെയും തന്തയ്ക്ക് വിളിക്കുമ്പോൾ ഇവൻ ഒന്നോർക്കണമായിരുന്നു. നിങ്ങൾ വിധിക്കുന്ന വിധിയാൽ നിങ്ങളെയും വിധിക്കും. നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്നു കിട്ടും. പണ്ടൊക്കെ ദൈവം പിന്നെ പിന്നെ, ഇപ്പോൾ ദൈവം അപ്പോൾ തന്നെ. ഇനിയിപ്പോൾ പുതിയ സരിത എന്ന ക്യാപ്സ്യൂൾ ഒന്നും ചിലവാകില്ല. കാരണം ഈ നടി കോൺഗ്രസ് പാർട്ടിയുമായി അടുപ്പമുള്ളവളാണ്. ആ അടുപ്പം കൊണ്ടാകണമല്ലോ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവും സംസ്ഥാന പാർട്ടിയിൽ ഇപ്പോൾ ഒന്നാമനുമായ VD സതീശൻ നടിയോടൊപ്പം അവരുടെ ജന്മദിനത്തിൽ കേക്ക് മുറിക്കുന്നത്. വ്യാജ ID ഉണ്ടാക്കി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദവിയിലേറിയ ഈ ഹൂ കെയേഴ്സ് യുവ നേതാവ് വ്യാജൻ മാത്രമല്ല, പെണ്ണുപിടിയൻ കൂടിയാണ് എന്നുള്ളതിന്റെ തെളിവുകൾ ഓരോന്നായി ഓരോ ദിവസവും പുറത്തു വരികയാണ്. ഷാഫി പറമ്പിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദവി ഒഴിഞ്ഞപ്പോൾ ആ പദവി പിന്നീട് അയാൾ വടകര MP ആയി ലോകസഭയിലേക്ക് പോയപ്പോൾ ഒഴിവ് വന്ന ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാട് നിന്നും MLA. ചാനൽ ചർച്ചകളിലൂടെ വന്ന് വളരെ ചുരുങ്ങിയ കാലയളവിൽ ഉയർച്ചകളുടെ പടവുകൾ ഇത്ര വേഗം കൈപ്പിടിയിൽ ഒതുക്കണമെങ്കിൽ മാങ്കൂട്ടം ആള് ചില്ലറക്കാരനാകാൻ വഴിയില്ല. കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ ഒരേയൊരു ലീഡർ K കരുണാകരന്റെ മകൾ പത്മജയുടെ പിതൃത്വത്തെ ചോദ്യം ചെയ്യാൻ പോലും ഇവൻ ഒരുമ്പെട്ടെങ്കിൽ കോൺഗ്രസിലെ പല വമ്പന്മാരെയും ഇവൻ ഇതേ ട്രാപ്പിലാക്കിയിട്ടുണ്ടാകും. വിവാഹ വാഗ്ദാനം നൽകി ഒരു പ്രമുഖ മലയാളം ചാനലിലെ മാധ്യമപ്രവർത്തകയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കുകയും അതേ ചാനലിലെ മുതിർന്ന മാധ്യമപ്രവർത്തക ഇടപെട്ട് ഗർഭം അലസിപ്പിച്ചു എന്ന തരത്തിൽ ഇവനെതിരെ ഇതിനു മുമ്പും പരാതി ഉയർന്നിരുന്നു. എന്നാൽ അത്തരം ആരോപണത്തിന് പിന്നിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ എന്ന് അന്വേഷിക്കുക പോലും ചെയ്യാതെ ഇവന് കവചമൊരുക്കുകയാണ് പാർട്ടി നേതൃത്വം. ഇവനെ സംരക്ഷിക്കേണ്ടത് പാർട്ടിയിലെ പലരുടെയും ബാധ്യതയാണോ എന്ന് പോലും സംശയിക്കേണ്ട ഒരു തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്.